നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറയിലാണുള്ളത്. ഇപ്പോൾ ചെങ്ങറ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്തൂടെയുള്ള യാത്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇടത് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കൈത കൃഷി നടത്തുന്നത് കാണാം. അവിടെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്. നമുക്ക് വളരെ ദൂരെ നിന്നായതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം തേടിയുള്ള യാത്രയാണ്. ഈ പോകുന്ന വഴികൾ അതിമനോഹരമാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെങ്ങറ ഭൂസമരം എന്നൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ലാഘവബലൻ സാർ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ചെങ്ങറ എസ്റ്റേറ്റിനുള്ളിലൂടെ ഒരു യാത്ര നടത്തുന്നത്. എനിക്കൊന്ന് ഇത് എൻ്റെ ഒരു ചെങ്ങറ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് ഒരുപാട് ഏരിയ ഉള്ളൊരു സ്ഥലമാണ് ചെങ്ങറ എസ്റ്റേറ്റ്. അപ്പോൾ ഇതിനുള്ളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ തട്ടുകളായിട്ട് കൈത കൃഷികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് പുതുതായിട്ട് കൈത നടന്നിട്ട് ഒരു ഭാഗത്ത് മുഴുവൻ എന്താണ് വിളവെടുപ്പിൻ്റെ ഭാഗമായ കൈതകളൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിലൂടെയുള്ള യാത്ര വളരെയധികം മനോഹരമാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈവനിങ്ങാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്, അല്ലെങ്കിൽ ഏർലി മോർണിംഗ്. അപ്പം ഈ കോടയൊക്കെ ഉള്ള ഒരു സമയത്ത് ഇതൊരു നമുക്കൊരു മൂന്നാറ് വാഗമണ്ണൊക്കെ പോയ ഒരു വൈബ് കിട്ടുമെന്നാണ് പറയുന്നത്. അത്രത്തോളം ബ്യൂട്ടിയാണ് ഈ ഒരു സ്ഥലത്തിനുള്ളത്. അപ്പോൾ വളരെ കുറച്ച് സഞ്ചാരികൾ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. ഇതിപ്പോൾ നാട്ടുകാർ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് കൂടുതൽ ഈ ഏരിയയിലേക്ക് വരുന്നത്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല, ഇതെനിക്ക് തോന്നുന്നു എന്താണ് പറയുക, ഹാരിസൺ എസ്റ്റേറ്റിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെയുള്ള കുറേയധികം താമസക്കാർക്കുണ്ട്. അവർക്ക് മാത്രമായിരിക്കും ഇതൊരു പോകാനെന്നുള്ളതാണ്, അത് അവർക്ക് വേണ്ടിയുള്ള വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചെങ്ങറ ഭൂസമരമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ഒരു ടെറിട്ടറിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. പക്ഷേ ഇവിടെ വന്ന കാഴ്ചകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആറ് പോകുന്നുണ്ട്. ആറിന് തീരത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട്. അവരൊക്കെ എനിക്ക് തോന്നുന്നു ഭൂസമരത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണെന്ന് തോന്നുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ എത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള മനോഹരമായ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൽ കുറേയധികം നേരം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്കൊരു വണ്ടി പോകുന്ന വഴിയെല്ലാം ഓഫ് റോഡ് ചെറിയ റോഡാണ്, ടാറിടാത്ത റോഡുകളാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ അത് അടി തട്ടുമെന്നുള്ളൊരു പേടി നമുക്ക് നല്ല രീതിയിലുണ്ട്. ചെറിയ സ്ഥലങ്ങളിലൊക്കെ എന്താണ് മണ്ണൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. എന്നാലും ഒരു പരിധി വരെ വളരെ സുരക്ഷിതമായിട്ടൊക്കെ നമുക്ക് പോകാൻ കഴിഞ്ഞു. അപ്പോൾ ചില ആളുകളൊക്കെ ഓൾട്ടയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം നന്നായിട്ട് തന്നെ വരാൻ പറ്റും. പക്ഷേ എന്താണ് ഒരു ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം എന്താണ് പറയുക ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നു ഈ ഒരു പോയിന്റിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൂരെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇവിടെ എന്താണ് കുറേ സ്ഥലങ്ങളിൽ ഇലക്ട്രിക് കമ്പ്യൂട്ടറിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്.